ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് വരുന്ന നമ്മളുടെ ടോപ്പിക്കാണ് ഡിസൈൻ ഓഫ് കനാൽസ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് തിയറംസിൻ്റെ ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്, കെനഡീസ് തിയറി അതുപോലെ തന്നെ ലേസീസ് തിയറി. അപ്പോൾ ഫസ്റ്റ് കെനഡീസ് തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, റിഗൈം കനാൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. റിഗൈം കനാൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അതായത് നമ്മളെ കനാലിൽ വാട്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവിങ് വാട്ടർ അതുപോലെ തന്നെ നമ്മുടെ കനാലിൻ്റെ ബോട്ടം ആൻഡ് സൈഡ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു റബ്ബിങ് ആക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ദ മൂവിങ് വാട്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഹൈ വെലോസിറ്റിയിൽ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ റബ്ബിങ് ആക്ഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ഇറോഷൻ കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കോറിംഗ് എന്ന് പറഞ്ഞ ടേമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്കോറിംഗ് അല്ലേ, സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ചുരണ്ടി എടുക്കുന്ന പോലെ എഫക്റ്റ്, അതായത് നമ്മൾ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാണ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിങ് വാട്ടർ ആൻഡ് ദ ബെഡ് ആൻഡ് സൈഡ്സ് ഓഫ് ദ കനാൽ. ഓക്കെ, സോ ഒരു ഹൈ വെലോസിറ്റിയിൽ വാട്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, അവിടെ സ്കോറിങ് ആക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ലോ വെലോസിറ്റിയിലാണ് വാട്ടർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ വാട്ടറിൽ ക്യാരി ചെയ്ത് കനാലിലൂടെ വരുന്ന അൺവാണ്ടഡ് അല്ലെങ്കിൽ സിൽറ്റ് പാർട്ടിക്കിൾസ്, സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും ക്യാരി ചെയ്ത് വരുന്നത്, അവരൊക്കെ ഡെപ്പോസിറ്റ് ആവും എന്ത് ലോ വെലോസിറ്റിയിലാകുമ്പോൾ. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കാം. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ പോലുള്ള എഫക്റ്റാണ് വരുന്നത്, അതായത് ഹൈ വെലോസിറ്റിയിൽ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ. അതുപോലെ സിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ സിൽറ്റിൻ്റെ ഡെപ്പോസിഷനാണ്. സോ ഹൈ വെലോസിറ്റി ആൻഡ് ലോ വെലോസിറ്റി. ഓക്കെ, ഇനി ഇത് രണ്ടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അതായത് നോൺ സ്കോറിംഗ് ആൻഡ് നോൺ സിൽറ്റിംഗ് സിറ്റുവേഷൻ ഉള്ളൊരു കനാലിനെയാണ് എന്ത് പറയുന്നത്, റിഗൈം കനാൽ എന്ന് പറയുന്നത്. റിഗൈം കനാൽ REGIME ആണ് സ്പെല്ലിങ് കേട്ടോ. റിഗൈം കനാൽ ഈസ് എ നോൺ സിൽറ്റിംഗ് ആൻഡ് ഓർ നോൺ സ്കോറിംഗ് കനാൽ. സോ അങ്ങനെ ആവണമെങ്കിൽ, അതായത് നോൺ സിൽറ്റിങ്ങും നോൺ സ്കോറിങ്ങും ആവണമെങ്കിൽ ദർ ഷുഡ് ബി എ വെലോസിറ്റി സച്ച് ദാറ്റ് ദർ ഇസ് നോ സിൽറ്റിംഗ് ഓർ സ്കോറിങ്. സോ ആ വെലോസിറ്റി പറയുന്നതാണ് നമ്മളുടെ റിഗൈം വെലോസിറ്റി ഓർ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ. ഓക്കെ, ഇതാണ് റിഗൈം കനാൽ എന്ന് പറഞ്ഞ സംഗതി. ഇനി അടുത്ത ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കെനഡീസ് തിയറിയിലേക്ക് പോകുന്നത്. ഓക്കെ, കെനഡീസ് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിഗൈം കനാലിലാണ് കെനഡീസ് തിയറി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദിസ് തിയറി ഈസ് ഡിഫൈൻഡ് ഫോർ റിഗൈം കനാൽസ്. റിഗൈം കനാൽസിന്, അതായത് നേരത്തെ പറഞ്ഞ പോലെ കനാൽസിന് മാത്രമാണ് ഈ കെനഡീസ് തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദെൻ ദർ ആർ 3 അസംഷൻസ്. കെനഡീസ് തിയറിൻ്റെ ബേസിക്സ് തന്നെ നമ്മൾ 3 അസംഷനാണ്. ഫസ്റ്റ് വൺ, എഡ്ഡി കറണ്ട് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ റഫ്നെസ് ഓഫ് ദ ബെഡ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് എന്നുള്ള ടേം നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, പല ഫീൽഡുകളെ കുറിച്ച് പഠിച്ചതൊക്കെ അറിഞ്ഞതാണ്. സോ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ കറണ്ട് എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാട്ടർ ഫ്ലോ ചെയ്യുന്നൊരു പാത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെർബുലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞ ആൾ. സോ ഈ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് മെയിൻ ഫാക്ടർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എഡ്ഡി കറണ്ട് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു റഫ്നെസ് ഓഫ് ദ ബെഡ്. നമ്മളെ കനാലിൻ്റെ ബെഡിൻ്റെ റഫ്നെസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എഡ്ഡി കറണ്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ, ദ ക്വാണ്ടിറ്റി ഓഫ് സസ്പെൻഡഡ് സിൽറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ബെഡ് വിഡ്ത്ത്. അതായത് കനാലിൻ്റെ ബെഡ് വിഡ്ത്തിന് പ്രപ്പോർഷണലാണ് എന്ത്, ഈ ഒരു കനാലിലുള്ള സിൽറ്റിൻ്റെ ക്വാണ്ടിറ്റി. സിൽറ്റ്, സസ്പെൻഡഡ് സിൽറ്റ്. ഓക്കെ, സസ്പെൻഡ് ചെയ്ത് നമ്മുടെ വാട്ടറിൽ നിൽക്കുന്ന സിൽറ്റിൻ്റെ ക്വാണ്ടിറ്റി ഇൻ ദിസ് കനാൽ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ബെഡ് വിഡ്ത്ത് ഓഫ് ദ കനാൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് അസംഷൻ ഈസ് ദിസ് ഈസ് applicable for those channels which are flowing through the bed consisting of sandy silt or same grade of silt. അതായത് സാൻഡി സിൽറ്റ്, നമ്മൾ പല ടൈപ്പ് സോയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിലൊരു ടൈപ്പാണ് സാൻഡി സിൽറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. സോ സാൻഡി സിൽറ്റായിട്ടുള്ള ബെഡ് ഉള്ള കനാൽസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു തിയറം അസ്യൂം ചെയ്യുകയാണ് നമ്മൾ. അവിടെയാണ് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ സെയിം ഗ്രേഡിലുള്ള സിൽറ്റുകളിൽ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എല്ലാ തിയറത്തിനും നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. Kennedy's theory states that the silt carried by flowing water in a channel is kept in suspension by the vertical component of eddy current, which is formed over the entire bed width of the channel, and the suspended silt rises up gently towards the surface. 3 ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കുക എന്തൊക്കെയാണ്. കെന്നഡീസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ്, കെന്നഡീസ് തിയറി പറയുന്നത് എന്താണ്, സിൽറ്റ് ക്യാരിഡ് ബൈ ഫ്ലോയിങ് വാട്ടർ ഇൻ എ ചാനൽ. അതായത് ഫ്ലോയിങ് വാട്ടർ, ഒരു ചാനലിലെ ഫ്ലോയിങ് വാട്ടർ ക്യാരി ചെയ്യുന്ന സിൽറ്റ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്.
ഈസ് കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബൈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എഡ്ഡി കറണ്ട്. അതായത് എഡ്ഡി കറണ്ട് ഞാൻ പറഞ്ഞു ഒരു റെഗുലർ ആയിട്ടുള്ളൊരു ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതല്ല എഡ്ഡി കറണ്ട്. നമ്മുടെ ടെർബുലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഈ എഡ്ഡി കറണ്ട്സ്. സോ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറഗുലർ ഫോഴ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ റിസോൾവ് ചെയ്തിട്ട് പല കമ്പോണൻസ് ഒക്കെ ആക്കി മാറ്റാറുണ്ട്. സോ എഡ്ഡി കറണ്ടിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു കനാലിലെ സസ്പെൻഡഡ് ആയിട്ടുള്ള സോയിൽ ആയിട്ട് വരുന്ന നമ്മളെ സിൽറ്റിനെ സസ്പെൻഷനാക്കി കീപ്പ് ചെയ്യുന്നത്, സസ്പെൻഡഡ് ആക്കിയിട്ടല്ലേ സസ്പെൻഷൻ ഫോമിൽ ഈ സിൽറ്റിനെ നമ്മൾ വാട്ടറിൽ കീപ്പ് ചെയ്യുന്നത്, സസ്പെൻഷനായിട്ട് കീപ്പ് ചെയ്യുന്നത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ എഡ്ഡി കറണ്ട് ആണ്. ദെൻ പിന്നെ എന്താ പറഞ്ഞത്, വിച്ച് ഈസ് ഫോംഡ് ഓവർ ദ എൻറ്റയർ ബെഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. അതായത് ഈ എഡ്ഡി കറണ്ട് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഓവർ ദ എൻറ്റയർ ബെഡ് വിഡ്ത്ത്, ചാനലിൻ്റെ മൊത്തം ബെഡ് വിഡ്ത്തിലൂടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഈ എഡ്ഡി കറണ്ട് വെർട്ടിക്കൽ കമ്പൗണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് സസ്പെൻഡഡ് ആയിട്ട് നിർത്തുന്നത്. ദെൻ അപ്പോൾ എന്താ അതിൻ്റെ കൂടെ പറഞ്ഞത്, ആൻഡ് ദ സസ്പെൻഡഡ് സിൽറ്റ് റൈസസ് അപ്പ് ജെൻ്റ്ലി ടുവേർഡ്സ് ദ സർഫസ്. അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സിൽറ്റ് എന്ത് ചെയ്യുന്നു, ജെൻ്റ്ലി പെട്ടെന്ന് എന്ത് ചെയ്യുന്നു നമ്മളെ സർഫസിലേക്ക് റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊരു ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ കുറേ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഫൈനലൈസ് ചെയ്ത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കെനഡി തിയറത്തിൽ പറയുന്നതാണ്. ഫ്രം ഒബ്സർവേഷൻസ് ഹി പുട്ട് ഫോർവേഡ് അനദർ സ്റ്റേറ്റ്മെൻറ്റ് ആസ്, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, ദ സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ. ആ വേർഡ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ. അപ്പോൾ ഈ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സിൽറ്റിനെ നമ്മൾ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പവറോടെ വർക്കൊന്നും അവിടെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സിൽറ്റ് താഴേക്ക് ഗ്രാവിറ്റി കാരണം താഴെ ഫോൾ ചെയ്യും. അപ്പോൾ ഈ സിൽറ്റിനെ പൊക്കി വെക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതിനൊന്ന് പൊങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. സോ ആ സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ, ഒരു കനാലിൻ്റെ സിൽറ്റിനെ ഇങ്ങനെ സസ്പെൻഡഡ് ആക്കി നിർത്താനുള്ള സപ്പോർട്ടിംഗ് പവർ ഓഫ് എ ചാനൽ ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിനോട് പ്രൊപ്പോർഷണൽ പറഞ്ഞത്, ടു ദ വിഡ്ത്ത് ഓഫ് ദ ചാനൽ ആൻഡ് നോട്ട് ഇറ്റ്സ് ടോട്ടൽ വെറ്റഡ് പെരിമീറ്റർ. അതായത് ഒരു ചാനലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിലെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സിൽറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബെഡ് വിഡ്ത്ത് ഓർ ബോട്ടം വിഡ്ത്ത് ഓഫ് ദ ചാനൽ, നോട്ട് ടു ദ ടോട്ടൽ വെറ്റഡ് പെരിമീറ്റർ. സോ ഇതാണ് കെന്നഡീസ് തിയറി. ഇനി നമ്മൾ പോകുന്നത് കെന്നഡീസ് തിയറി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു കനാലിൻ്റെ ഡിസൈനാണ്. ആ കനാലിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്താണ്, അൺലൈൻഡ് കനാലാണ് ആൻഡ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ അലൂവിയൽ സോയിൽ. സോ സോയിലിൻ്റെ ടൈപ്പ് പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചാണ്. അലൂവിയൽ സോയിലിൻ്റെ ടൈമൊക്കെ ജിയോളജിയിലോ ജിയോടെക്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സോയിലിൻ്റെ ടൈപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ ലൈൻഡ് അൺലൈൻഡ് എന്നുള്ള ടേം നമ്മൾ പഠിച്ചതാണ്, ടൈപ്സ് ഓഫ് കനാലിൽ ലൈൻഡ് കനാൽ ആൻഡ് അൺലൈൻഡ് കനാൽ. സോ ഹിയർ വി ആർ ഡിസൈനിങ് ആൻ അൺലൈൻഡ് കനാൽ വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ അലൂവിയൽ സോയിൽ യൂസിങ് കെന്നഡീസ് തിയറി. സോ സ്റ്റെപ്സ് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പല്ല പറയുന്നത്, ആക്ച്വലി നമുക്ക് കുറച്ച് ഡാറ്റാസിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ലോഞ്ചിറ്റ്യൂണൽ സ്ലോപ്പ് ഓഫ് ദ കനാൽ എസ് വിൽ ബി ഗിവൺ ആൻഡ് സൈഡ് സ്ലോപ്പ് ഓഫ് ദ ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ഈസ് യൂഷ്വലി ടേക്കൺ ആസ് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ. അതായത് ഇങ്ങനെ ഇത്ര ക്വസ്റ്റ്യൻസിൽ നമുക്ക് 1-2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും, അത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. എന്തായാലും ഈ ഒരു കെനഡീസ് തിയറത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബെഡ് സ്ലോപ്പ് അല്ലെങ്കിൽ ബോട്ടം സ്ലോപ്പ് എസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് ട്രപ്പിസോഡൽ സെക്ഷൻ നമ്മൾ എടുക്കുന്നത്. എപ്പോഴും കെനഡീസ് തിയറത്തിലെ ഡിസൈനിൽ നമ്മൾ ചാനലിൻ്റെ നമ്മൾ കനാലിൻ്റെ ക്രോസ് സെക്ഷനായിട്ട് എടുക്കുന്നത് ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷനാണ്. ദെൻ അവിടെ ബെഡ് സ്ലോപ്പ് എസ്, അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് എപ്പോഴും എടുക്കുന്നത് ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ, ഹൊറിസോണ്ടലി ഹാഫ് വേഴ്സസ് 1 വെർട്ടിക്കൽ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സൈഡ് സ്ലോപ്പ് എടുക്കുന്നത്. ഇനി ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കുക. അസ്യൂം എ ട്രയൽ ഡെപ്ത് ഡി and calculate the regain state of velocity using the equation v0 is equal to 0.55 m into d raised to 0.64. So ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, v0 is equal to 0.55 m into d raised to 0.64. So where v0 is the critical velocity for non-scoring and non-silting condition. അപ്പോൾ ആ v0 ശ്രദ്ധിക്കുക, എന്താണ്, ഇറ്റ് ഈസ് എ റിഗെയിൻ വെലോസിറ്റി, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് എന്താണ്, ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സ്കോറിംഗ് ആൻഡ് നോൺ സിൽറ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ റിഗെയിം ചാനൽ എന്ന് പറഞ്ഞാൽ നോൺ സ്കോറിംഗ് ആണ്, നോൺ സിൽറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞു. സോ ആ സിറ്റുവേഷൻ അച്ചീവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വേണം. ആ വെലോസിറ്റിയാണ് എന്ത്, v0 എന്ന് നമ്മളിവിടെ പറയുന്നത്, വിച്ച് ഇസ് ഗീവൺ ആസ് 0.55 m into d raised to 0.64, where d is the depth of flow. സോ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് ട്രയലായിട്ട് ഒരു ഡെപ്ത് അസ്യൂം ചെയ്യണം. ഓക്കെ, ദെൻ എം എന്നുള്ള ടേം ഇവിടെ ഉണ്ട്. എം എന്ത് നോക്കുക, എം ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. എമ്മിൻ്റെ എം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആണ്, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. ദെൻ അത് നമ്മൾ രണ്ട് വെലോസിറ്റിയോട് പറയാൻ പോകുന്നുണ്ട്, അവരുടെ റേഷ്യോ ആണത്. ഓക്കെ,
ദെൻ ഇറ്റ്സ് റേഞ്ച് യൂഷ്വലി 0.7 to 0.12 അല്ല 1.2 ആണ്. നമ്മളവിടെ എഴുതിയിരിക്കുന്നത് 0.7 ലെസ് ദാൻ എം ലെസ് ദാൻ 0.12 എന്നാണ്. ആക്ച്വലി 0.7 ലെസ് ദാൻ എം ലെസ് ദാൻ 1.2 ആണ്. അങ്ങനെ ചേഞ്ച് ചെയ്ത് വായിക്കാം കേട്ടോ. സോ അങ്ങനെ നമുക്ക് വി നോട്ട് കിട്ടി, അതായത് നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ കിട്ടി. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ, ഓർ ഇൻ അതർ വേർഡ്സ് ഏരിയ ഇസ് ഈക്വൽ ടു discharge by velocity. So next step, calculate the area of cross section from the given relation. എന്താണ് റിലേഷൻ? A is equal to Q by V naught. Then ഏരിയക്ക് ആൾറെഡി നമ്മളെ കയ്യിൽ, അപ്പോൾ നമുക്ക് തന്ന ഡാറ്റസിന് എന്ത് കിട്ടും? ഏരിയയുടെ ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ദെൻ ട്രപ്പിസോയിഡൽ സെക്ഷൻ്റെ ഏരിയ കാണാൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് FM2-ൽ ബെഡ് വിഡ്ത്ത് ബിയും ദെൻ ഡെപ്ത് ഓഫ് ഫ്ലോ ഡിയും സൈഡ് സ്ലോപ്പ് എൻ അല്ലെങ്കിൽ എൻ ഹൊറിസോണൽ ടു 1 വെർട്ടിക്കൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി പ്ലസ് എൻ ഡി ദെൻ ബ്രാക്കറ്റിൽ ഇൻറ്റു ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. സോ അതേ ഇക്വേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. ഹാഫ് ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ സ്ലോപ്പ് സൈഡ് സ്ലോപ്പ് വരുന്ന രീതിയിൽ ബോട്ടം എടുത്ത് ബി ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഇക്വേഷനിൽ എന്നിന് നിങ്ങൾ ചില ടെക്സ്റ്റിൽ അത് സെഡ് എന്ന് കാണിക്കാറുണ്ട് സൈഡ് സ്ലോപ്പിന്, ചിലയിടത്ത് എന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ എൻ്റെ വാല്യൂ അല്ലെങ്കിൽ സെഡിൻ്റെ വാല്യൂ 1/2 എന്ന് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം വിഡ്ത്തും ഡെപ്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എ ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഹാഫ് ഡി സ്ക്വയർ എന്ന് കിട്ടും. ഏരിയയുടെ ഇക്വേഷൻ ബി ഡി പ്ലസ് ഹാഫ് ഡി സ്ക്വയർ. സിമിലർലി വെറ്റഡ് പെരിമീറ്റർ കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് വെറ്റഡ് പെരിമീറ്റർ? പി ഇസ് ഈക്വൽ ടു ബോട്ടം വിഡ്ത്ത് ബി പ്ലസ് ഡെപ്ത് ഡി ഇൻറ്റു റൂട്ട് ഓഫ് 1 + n² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ എൻ്റെ വാല്യൂ അല്ലെങ്കിൽ സൈഡ് സ്ലോപ്പിൻ്റെ വാല്യൂ സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വെറ്റഡ് പെരിമീറ്റർ പി ഇസ് ഈക്വൽ ടു ബി പ്ലസ് √5d. ദെൻ ഫ്രം ദ എബോവ് ഇക്വേഷൻ ഫോർ എ ആൻഡ് പി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആർ ഇസ് ഈക്വൽ ടു എ ബൈ പി, ഏരിയ വെറ്റഡ് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. സോ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് വരുന്നത് വെലോസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷനാണ്, അതായത് ആക്ച്വൽ മീൻ വെലോസിറ്റി. ശ്രദ്ധിക്കുക, 2 വെലോസിറ്റി ഉണ്ട്. വി നോട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ. സിൽറ്റിങ്ങും സ്കോറിങ്ങും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന വേണ്ട വെലോസിറ്റിയാണ് വി നോട്ട്. ഇനി വി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ മീൻ വെലോസിറ്റിയാണ്. ഓക്കെ, ആക്ച്വൽ മീൻ വെലോസിറ്റി അപ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് ചെസീസ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു C√RS എന്ന് പറഞ്ഞിട്ട്. അതിൽ √RS നമുക്ക് ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ബാക്കി ഒരു വലിയ ടേം കാണാം. സോ അവിടെ നമ്മൾ FM2-ൽ പഠിക്കുന്നുണ്ട് ബേസിൻസ് ഫോർമുല, കുട്ടേഴ്സ് ഫോർമുല, മാനിങ്സ് ഫോർമുല എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി കാണാനായിട്ട്. അപ്പോൾ അതിൽ കുട്ടേഴ്സ് ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സി എന്നുള്ള ടേം വി സിക്കൽ C√RSലെ സി എന്നുള്ള ടേമിന് മാത്രം പകരമായിട്ടാണ് ഈ ഇവിടെ വരുന്ന ഒരു ലോങ്ങർ ടേമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് കുട്ടേഴ്സ് ഫോർമുലയിൽ വരുന്നത്. അവിടെ ഒരു സ്മാൾ ലെറ്റർ എൻ കാണാം, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ടേം സ്മാൾ ലെറ്റർ എൻ. ഇറ്റ് ഈസ് നോൺ ആസ് കുട്ടേഴ്സ് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ്. എന്നിനെ പറയുന്ന പേരാണ് കുട്ടേഴ്സ് റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ്. സോ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 1/n + 23 + 0.00155 ഡിവൈഡ് ബൈ എസ് ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ദെൻ ബ്രാക്കറ്റിൽ 23 + 0.00155 ബൈ എസ് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ഇൻറ്റു n/√r ഹോൾ ഇൻറ്റു √RS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ആ സി എന്നുള്ള ടേമിന് പകരമാണ് അവിടെ എക്സ്ട്രാ ഒരു ടേം ഇപ്പോൾ പുതിയ വന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആക്ച്വൽ മീൻ വെലോസിറ്റിയും കിട്ടിയിട്ടുണ്ടാവും. ദെൻ അതിൻ്റെ മുന്നേ നമുക്ക് വി നോട്ട്, നമ്മളെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഫോർ നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് കണ്ടീഷൻ റിഗെയിം വെലോസിറ്റിയും കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇഫ് ദ ആക്ച്വൽ വെലോസിറ്റി അതായത് വി കാൽക്കുലേറ്റഡ് ബൈ കുട്ടേഴ്സ് ഇക്വേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വി നോട്ട്, അതായത് നമുക്കിപ്പോൾ കിട്ടിയ വിയും നേരത്തെ കിട്ടിയ വി നോട്ടും ഈക്വൽ ആണെങ്കിൽ ദെൻ ദ അസ്യൂംഡ് ഡെപ്ത് ഡി ഈസ് കറക്റ്റ്. അപ്പോൾ വിയും വി നോട്ടും സെയിം ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത് സെയിം ഇത് തന്നെയാണ്. നമ്മൾ എത്രയാണോ ആദ്യം അസ്യൂം ചെയ്തത് അത് തന്നെയാണ് നമ്മുടെ ഡെപ്ത്. ഇനി ഇഫ് നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് ദ കാൽക്കുലേഷൻ വിത്ത് ചേഞ്ച്ഡ് വാല്യൂ ഓഫ് ഡെപ്ത് ഡി ടിൽ ദ 2 വെലോസിറ്റി ആർ സെയിം. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അതായത് വിയും വി നോട്ടും ഈക്വലായിട്ട് കിട്ടിയില്ല വിചാരിക്കുക, അപ്പോൾ നമ്മൾ അടുത്ത ട്രയൽ വീണ്ടും എന്ത് ചെയ്യണം? ഡെപ്ത് വേരി ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യണം. എപ്പോഴാണോ വിയും വി നോട്ടും ഈക്വൽ ആവുന്നത് അതുവരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിയും വി നോട്ടും ഈക്വൽ ആവുന്ന സിറ്റുവേഷനിൽ വരുന്ന ബ്രെഡ്ത്തും ഡെപ്ത്തൊക്കെയാണ് എന്ത് നമ്മളുടെ ഡിസൈൻ പ്രകാരം നമ്മളെ ചാനലിന് റിക്വയർഡ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കെനഡീസ് തിയറിയുടെ പ്രൊസീജിയർ. അപ്പോൾ ഇനി നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നോക്കണം, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.